ഹലോ, ഹായ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് രാത്രിയാണ്. 11:30 മണിയായി. അപ്പോൾ ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇത്. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളുണ്ടല്ലോ. നമ്മളിപ്പോൾ യാത്രയ്ക്ക് പോകാൻ വേണ്ടി നോർമലി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുമായിട്ട് നിന്ന സമയത്താണ് ഞാൻ വെച്ചാൽ വീഡിയോ എടുക്കാം. ഇൻട്രോ ഇപ്പോൾ എടുത്ത് നിർത്താം. ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് ഈ പറഞ്ഞ കണക്ക് പറ്റുന്ന പോലെ ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും, ചിലപ്പോൾ വലിയ വീഡിയോ ആയിരിക്കും. എങ്ങനെയായിരിക്കും എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത് കാരണം ഞാൻ വെച്ച് എന്നാൽ ആദ്യം ഇൻട്രോ എടുക്കുന്നത് വീട്ടിൽ വെച്ചായിക്കോട്ടെ എന്നുള്ള രീതിക്ക് ആണ് എടുക്കുന്നത്. അപ്പോൾ സംഭവം നമ്മളൊരു യാത്ര പോകുന്നതിൻ്റെ വീഡിയോ ആണ് ഇനി അങ്ങോട്ടുള്ളത്. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറയണോ പിന്നീട് പറയണോ എന്നുള്ളതാണ്. എന്തായാലും നാളെ പറയാം. എവിടെയാണെന്നുള്ളത് നാളെ പറയാം. അപ്പോൾ ഇപ്പോൾ രാത്രി പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇതേ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ആവുന്നേ ഉള്ളൂ. ദേ ബാഗൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതൊന്നുമില്ല, ഈ സംഭവങ്ങൾ ദേ അടുത്തൊരു ബാഗ്. ഇതിനിടയ്ക്ക് ഇവിടെ വേറൊരാൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ പോവാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവളുടെ കാര്യം ആലോചിക്കുമ്പോൾ മാത്രമാണ് ഒരു പ്രശ്നമുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കതേ സംഭവം കണ്ടോ, ഉറങ്ങാൻ കിടന്നുള്ളതാണ്. എണീറ്റത് അവിടെ വന്നിരിക്കുകയാണ്. ഇവളുടെ കാര്യം മാത്രമേ ഉള്ളൂ പ്രശ്നം. ഇപ്പോൾ ഇവളെ ഒന്നാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡിപ്രഷനാണെന്നാണ് പറഞ്ഞത് ഡോക്ടർ. അപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ കൂടി ഡിപ്രഷൻ കൂടിയിട്ട് എന്താവും എന്ന് അറിഞ്ഞൂടാ. അത് കാരണം സംഭവം ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ആക്കിയിട്ട് പോവാണ്. കാരണം ഇവളെ ഇപ്പം നമ്മളെ നോക്കണിടത്ത് ആക്കാമെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ഇവളുടെ ഒരു ചിന്ത എങ്ങനെയായിരിക്കും, നമ്മൾ ഇവളെ കൊണ്ട് കൊടുത്തു എന്നുള്ളതായിരിക്കും ഇവളുടെ ഒരു ചിന്ത. അത് കാരണം നമ്മൾ വെച്ച് വേണ്ട ഇവിടെ തന്നെ നിന്നോട്ടെ. അപ്പോൾ അതാകുമ്പം അവൾ വീട്ടിലാണല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സമാധാനം അവൾക്ക് ഉണ്ടാവും. പിന്നെ ആഹാരം കൊടുക്കാനുള്ളതൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം വിചാരിച്ച് ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൊരു പ്രശ്നം. അപ്പം ഇവർക്ക് സംഭവം നമ്മൾ ഇങ്ങനെ പാക്ക് ചെയ്തൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി നമ്മളെവിടെ പോകാനുള്ള പരിപാടിയാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കണം, അല്ലെങ്കിൽ ഈ സമയത്ത് ഉറങ്ങേണ്ട സമയമായി. ഇവളിങ്ങനെ വന്ന് ഇവിടെ തന്നെ നിൽപ്പുണ്ട്. പാറു അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളുണ്ട്. ഇത് ബാക്കി സംഭവങ്ങളും കൂടെയൊക്കെ പാക്ക് ചെയ്യണം. ഫുഡ് ഐറ്റം, വെള്ളം, ഇതൊക്കെ എടുത്ത് റെഡിയാക്കി ഏകദേശം ആയിട്ടുണ്ട്. അതെല്ലാം ഒന്നും കൂടി അറേഞ്ച് ചെയ്യണം. ഇപ്പോൾ എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഓരോരോ കവറുകളിൽ ഇതെല്ലാം കൂടെ ഏകദേശം ഒറ്റ കവറിലായിട്ട് മാക്സിമം ആക്കി കുറയ്ക്കണം. അങ്ങനെ എന്തായാലും ഈ ബാക്കിയുള്ള കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങാൻ. രാവിലെ നേരത്തെ എണീക്കണം. അപ്പോൾ ബാക്കി വിശേഷം എന്താണെന്നുള്ളതും നമ്മൾ എവിടേക്കാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ കാര്യം രാവിലെ പറയാം കേട്ടോ. അപ്പം ഗുഡ് നൈറ്റ്. ഹായ്. അപ്പോൾ നേരമൊക്കെ വെളുത്തു, ഞങ്ങൾ എണീച്ചു റെഡിയായി. അപ്പം നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എവിടെയാണ് പോകുന്നതെന്ന്. നമ്മൾ പോകുന്നത് ഡൽഹിയിലാണ്. ടൂറിൻ്റെ ഭാഗമായിട്ടൊന്നല്ല, ശരിക്കും ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ്. അതായത് എൻ്റെ മക്കൾ രണ്ടുപേരും കരാട്ടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ ഡൽഹിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ട്രിപ്പ്. എന്തായാലും നമ്മൾ പോകുമ്പോൾ ഡൽഹി പറ്റുന്ന പോലെയൊക്കെ കാണാം എന്നുള്ള ഇതിന് അങ്ങനെ നമ്മൾ പോകുന്ന ട്രിപ്പാണിത്. അപ്പോൾ ഇപ്പം സമയം 7:30 ആവാൻ പോണു. 9 മണിക്കാണ് ട്രെയിൻ. അപ്പം നമ്മളിനിയിപ്പോൾ എല്ലാം ഏകദേശമൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് ഇറങ്ങും. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. പിന്നെ ഇവിടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് അടുത്ത് തന്നെയാണ്, നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പിന്നെ ലഗേജും കൊണ്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഓട്ടോ എങ്ങനെ വിളിച്ചിട്ട് പോകണം. അപ്പം ഇതാണ് ട്രിപ്പ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന വീഡിയോസ് ഇനിയിപ്പോൾ ചിലപ്പോൾ ഷോർട്സ് ആയിരിക്കും. എനിക്ക് പറ്റുന്ന പോലെ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പറ്റുന്ന പോലെ വീഡിയോസ് ഇതിൽ ഇടും നമ്മുടെ ഡൽഹി ട്രിപ്പിൻ്റെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ടാറ്റ.